പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമരരംഗത്തുള്ള കോൺഗ്രസ് കൌൺസിലർമാർ ഗ്രൗണ്ട് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സേവ്യർ ചിറ്റപ്പള്ളി MLA വിളിച്ചു ചേർത്ത ആലോചന യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പുവെച്ച രേഖകളുമായി ഡിവൈഎഫ്ഐ. ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി തയ്യാറാക്കുന്നതിനും കൂടിയാലോചിക്കുന്നതിനും വേണ്ടി ജനപ്രതിനിധികളുടെയും ക്ലബ്ബുകളുടെയും കായിക താരങ്ങളുടെയും വ്യാപാര സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും വിവിധ മേഖലകളിലെ ആളുകളുടെയും യോഗം വിപുലമായി നഗരസഭാ കൌൺസിൽ ഹാളിൽ MLA പങ്കെടുത്തുകൊണ്ട് 2022 ഡിസംബർ 2 ചേർന്നിരുന്നു. ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഉൾപ്പെടെ 2 യോഗങ്ങൾ നടന്നിരുന്നു. അതിനു പുറമെ അവസാനം നടന്ന വാർഡ് സഭയിലും പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. വാർഡ് സഭ ഉൾപ്പെടെ 3 യോഗങ്ങളിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അന്നേരം നിർദ്ദേശവും അഭിപ്രായം പറയാത്തവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുമായി ആലോചിച്ചിട്ടില്ല എന്നാണ്. ഗ്രൗണ്ട് നവീകരണം നടക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ അനാവശ്യ ആരോപണങ്ങൾ സൃഷ്ടിച്ച ഗ്രൗണ്ട് നവീകരണം തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ശ്രമിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. 2 തവണ ഇന്നലെ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അതിൻ്റെ മിനിറ്റ്സ് ഇവിടെ ഉണ്ടല്ലോ. ഒരു തവണ മിനിറ്റ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മിനിറ്റ്സ് വലിച്ചു കളയല്ല. കൃത്യമായ രീതിയിൽ മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിനകത്ത് 2 കൗൺസിലർമാരും പങ്കെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരെ യോഗം വിളിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ വ്യാപാര, വ്യവസായ, സാംസ്കാരിക, സ്പോർട്സ് മേഖലയ്ക്കകത്ത് എല്ലാവരെയും ആ യോഗത്തിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് ഇന്നതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവസാന ഘട്ടത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലാണ് അതിൻ്റെ സംഘാടക സമിതി യോഗം ചേർന്നത്. സംഘാടക സമിതി യോഗത്തിലൊക്കെ തന്നെ നമുക്ക് അറിയിക്കാനല്ലോ പറ്റുള്ളൂ, കൈ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ അതിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. ആരോ ഉത്തരവാദി? പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്തം, ചുമതലയൊക്കെ തന്നെ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കല്ലേ. ഇത് യുവജന വിരുദ്ധ നിലപാടാണ്. വടക്കാഞ്ചേരിയുടെ കായിക സ്വപ്നങ്ങൾ തകർക്കുന്ന വികസന വിരോധികളായ കോൺഗ്രസ് ജനപ്രതിനിധികളെ ഒറ്റപ്പെടുത്തണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.